തുടർച്ചയായ 3 പരാജയങ്ങൾക്കും കോച്ചിനെ പുറത്താക്കലിനും മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കും ശേഷം കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസിനെതിരെ വിജയം സ്വന്തമാക്കി മാനേജ്മെന്റിന് ആശ്വാസമായി. ഇനിയിപ്പോൾ മാനേജ്മെന്റിന് ഈ വിജയത്തിൽ പിടിച്ച് കുറച്ചു ദിവസം ഓടിക്കാം. ഈ വിജയത്തിൽ എല്ലാം മറന്ന് വീണ്ടും നിശബ്ദരാകുന്ന ഫാൻസിനോട് ഒന്നേ പറയാനുള്ളൂ, ഇത്രയും കാലം ടീം ഗതി പിടിക്കാത്തത് ഇങ്ങനെ ഒരു വിജയം കാണുമ്പോൾ മെയിൻ കാര്യങ്ങൾ മറന്ന് വിജയത്തിനുമേൽ നിശബ്ദരാകുന്നത് കൊണ്ടാണ്. ഈ ഒരു വിജയം മാത്രമല്ല നമുക്ക് വേണ്ടത്, കൺസിസ്റ്റൻസിയുള്ള ഒരു മികച്ച ടീമും കളിയും വിജയങ്ങളും നേട്ടങ്ങളുമാണ്. എന്നാൽ മാത്രമേ ആഗ്രഹിച്ചതൊക്കെ നേടാനാകൂ. പറഞ്ഞതുപോലെ മഞ്ഞപ്പട സ്റ്റേഡിയത്തിനകത്തും പുറത്തും മാനേജ്മെന്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ചുള്ള ബാനറുകൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചതിലധികം ആരാധകർ വീണ്ടും സ്റ്റേഡിയത്തിൽ കളി കാണാൻ എത്തിയിരുന്നു. അത് മാനേജ്മെന്റിന് ലഭിക്കുന്ന ബോണസ് തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ നേടിയ ഗോളുകളും വിജയവും ഒന്നും ചെറുതായി കാണുന്നില്ല. പക്ഷേ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തുള്ള ടീമിനെതിരെയാണെന്ന് ഓർക്കണം. കളി എവിടെയും ഇംപ്രൂവ് ആയിട്ടില്ല. വേണ്ട പുതിയ മികച്ച താരങ്ങൾ വന്നേ തീരൂ. കൂടെ മികച്ച പരിശീലക സംഘവും വരണം. എന്നാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ. ഇന്നത്തെ മത്സരത്തിൽ ആകെ പോസിറ്റീവായി തോന്നിയത് എഗെയിൻ കോറോ സിംഗ് ആണ്. കിഡിലൻ പ്ലെയർ. കൂടെ ആദ്യ മത്സരത്തിനിറങ്ങിയ അമവി യറാൾട്ടെ, വാട്ട് എ പ്ലെയർ. ഫസ്റ്റ് ടച്ചിൽ തന്നെ ക്വാളിറ്റി കാണിച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു കോച്ചിന്റെ കയ്യിൽ നല്ല പ്ലേയിങ് ടൈമും കിട്ടിയാൽ മികച്ച ഭാവി തന്നെ താരത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.